നക്ഷത്ര നിബിഡമായ ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കുമ്പോൾ ഓരോ നക്ഷത്രവും ഓരോ കഥകൾ പറയുന്നുണ്ട്. എന്നാൽ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും നിഗൂഢവും തീക്ഷ്ണവും അതേസമയം അത്യന്തം ആത്മീയവുമായ ഒരു നക്ഷത്രമുണ്ടെങ്കിൽ അത് പൂരുരുട്ടാതിയാണ്. സാധാരണ ജ്യോതിഷ ചിന്തകൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറം മനുഷ്യ മനസ്സിന്റെ അഗാധമായ തലങ്ങളെയും പ്രപഞ്ചത്തിന്റെ കാണാപ്പുറങ്ങളെയും സ്പർശിക്കുന്ന ഒന്നാണ് ഈ നക്ഷത്ര രഹസ്യം. എന്തുകൊണ്ടാണ് പൂരുരുട്ടാതിക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം എപ്പോഴും ഒരു പ്രഹേളികമായി തുടരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് ഈ വീഡിയോ. ജ്യോതിഷമണ്ഡലത്തിലെ 25ാമത്തെ നക്ഷത്രമായ പൂരുരുട്ടാതി കുംഭം രാശിയിലെ അവസാന ഭാഗങ്ങളിലും മീനം രാശിയുടെ തുടക്കത്തിലുമായി വ്യാപിച്ചു കിടക്കുന്നു. വ്യാഴമധിപനായ ഈ നക്ഷത്രം ജ്ഞാനത്തിന്റെ പ്രതീകമാണെന്ന് പറയപ്പെടുമെങ്കിലും ഇതിന്റെ സ്വഭാവം ഒരു ശാന്തമായ അരുവിയുടേതല്ല, മറിച്ച് ഉള്ളിൽ അഗ്നിപർവ്വതം ഒളിപ്പിച്ചു വെച്ച കടലിന്റേതാണ്. പൂർവ്വ ഭാദ്രപദ എന്ന സംസ്കൃത നാമത്തിനർത്ഥം അനുഗ്രഹിക്കപ്പെട്ട പാദങ്ങളുള്ളവന്റെ ആദ്യ ഭാഗം എന്നാണ്. എന്നാൽ ഈ അനുഗ്രഹം അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. അത് കഠിനമായ അഗ്നിപരീക്ഷകളിലൂടെയും ആത്മസംഘർഷത്തിലൂടെയും കടന്നുപോയി നേടിയെടുക്കേണ്ട ഒന്നാണ്. പൂരുരുട്ടാതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് പരിവർത്തനം എന്ന വാക്കാണ്. ഒരു പുഴു ശലഭമായി മാറുന്നത് പോലെയോ അശുദ്ധമായ സ്വർണം തീയിൽ വെന്ത് ശുദ്ധമാകുന്നത് പോലെയോ ഉള്ള ഒരു പ്രക്രിയ ഇവരുടെ ജീവിതത്തിലുടനീളം കാണാം. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങളിലൊന്നായ 2 മുഖങ്ങളുള്ള മനുഷ്യൻ ഇവരുടെ വ്യക്തിത്വത്തിലെ വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നു. പുറമേ ശാന്തനും സൽസ്വഭാവിയുമായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ താൻ വിശ്വസിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു വിപ്ലവകാരി ഇവരിലുണ്ടാകും. ലോകം കാണുന്ന മുഖമല്ല ഇവരുടെ യഥാർത്ഥ മുഖം. ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഒരാത്മീയ സത്ത ഇവരുടെ ഉള്ളിലുണ്ട്. ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. മറ്റൊരു നക്ഷത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകത പൂരുരുട്ടാതിക്കുണ്ട്. ഇത് ഭൗതിക ലോകത്തെയും ആത്മീയ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. അതുകൊണ്ടാണ് ശവമഞ്ചത്തിന്റെ മുൻകാലുകൾ ഈ നക്ഷത്രത്തിന്റെ അടയാളമായത്. മരണമെന്നത് ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണ് എന്ന ദർശനം പൂരുരുട്ടാതിക്കാർ തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. പഴയതിനെ നശിപ്പിക്കാതെ പുതിയതിനെ കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതയാത്ര പലപ്പോഴും തകർച്ചകളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പുകളുടെ കഥയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് പൂരുരുട്ടാതിക്കാരുടെ മനസ്സിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ്. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ, അവർക്ക് മാത്രം അനുഭവപ്പെടുന്ന സ്വപ്ന ദർശനങ്ങൾ, അവരുടെ സംസാരത്തിലെ മാന്ത്രികത, അജൈകപാതൻ എന്ന ഉഗ്രമൂർത്തി ഇവർക്ക് നൽകുന്ന അമാനുഷികമായ കരുത്ത്, ഇവയെല്ലാം നാം ഇവിടെ വിശകലനം ചെയ്യുന്നു. ആരും അറിയാത്ത രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം ജ്യോതിഷഫലങ്ങളല്ല, മറിച്ച് പൂരുരുട്ടാതിക്കാരന്റെ ആത്മാവ് പ്രപഞ്ചത്തോട് നടത്തുന്ന സംവാദങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചു നോക്കൂ. അവർ ജനക്കൂട്ടത്തിനിടയിലും ഏകാന്തരായിരിക്കും. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഒരിക്കൽ അവിടെ എത്തിയാൽ പ്രപഞ്ചത്തിന്റെ ഗൂഢമായ പല രഹസ്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും. ആത്മീയതയുടെയും ഭൗതികതയുടെയും വേർതിരിക്കാനാവാത്ത ഈ സംഗമ ഭൂമിയിലേക്ക്, പൂരുരുട്ടാതിയുടെ നിഗൂഢതകളിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. ഈ യാത്ര സ്വയം തിരിച്ചറിയാനുള്ള ഒരു തീർത്ഥാടനമാണ്. നക്ഷത്രമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുരൂഹവും എന്നാൽ അത്യന്തം ശക്തിശാലിയുമായ നക്ഷത്രമാണ് പൂരുരുട്ടാതി. ആകാശത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് 2 നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു കട്ടിലിന്റെ മുൻകാലുകൾ പോലെ കാണപ്പെടുന്ന ഈ നക്ഷത്ര സമൂഹം ജ്യോതിഷത്തിൽ പൂർവ്വഭാദ്രപദ എന്നാണ് അറിയപ്പെടുന്നത്. കുംഭം രാശിയിൽ 20 ഡിഗ്രി മുതൽ മീനം രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം വ്യാഴത്തിന്റെ ആധിപത്യത്തിലാണ് വരുന്നത്. എന്നാൽ വെറും ഒരു ഗ്രഹനിലയ്ക്കപ്പുറം പൂരുരുട്ടാതി എന്നത് മനുഷ്യാത്മാവിന്റെ പരിവർത്തനത്തിന്റെ അടയാളമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാകുമെങ്കിലും സ്വന്തം ആദർശങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാൻ ഇവർ തയ്യാറാവില്ല. അതീവ കരുണയും കഠിനമായ കാർക്കശ്യവും ഒരേ സമയം ഇവരിലുണ്ടാകും. ഈ സ്വഭാവം ഇവരെ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവരാക്കി മാറ്റുന്നു. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ മറ്റൊരു ചിഹ്നം ശവമഞ്ചത്തിന്റെ മുൻഭാഗം എന്നതാണ്. കേൾക്കുമ്പോൾ ഭയം തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു ദർശനമുണ്ട്. ഒരു പഴയ അവസ്ഥയുടെ അന്ത്യവും പുതിയൊരു ജീവിതത്തിന്റെ തുടക്കവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഒന്നിലധികം തവണ പുനർജനിക്കുന്നു. വലിയ പരാജയങ്ങളിൽ നിന്നോ ആപത്തുകളിൽ നിന്നോ ഫീനിക്സ് പക്ഷിയെ പോലെ ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നു. പഴയ ചിന്താഗതികളെയും ശീലങ്ങളെയും ചുട്ടുകരിച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരാനുള്ള കരുത്ത് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പരിവർത്തനത്തിന്റെ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം വ്യാഴത്തിന്റെ ഭരണത്തിന് കീഴിലാണെങ്കിലും ഇവരുടെ സ്വഭാവം ഉഗ്രവിഭാഗത്തിൽപ്പെടുന്നു. സാധാരണയായി വ്യാഴം ശാന്തനാണ്. എന്നാൽ പൂരുരുട്ടാതിയിലെ വ്യാഴത്തിന് ഒരു യോദ്ധാവിന്റെ ഭാവമുണ്ട്. ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരല്ല. എന്നാൽ ഒരിക്കൽ ഇവർക്ക് ദേഷ്യം വന്നാൽ അത് പ്രളയം പോലെയായിരിക്കും. അനീതി കണ്ടാൽ പ്രതികരിക്കാതെ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല. ഗൂഢശാസ്ത്രങ്ങളിൽ ഇവർക്ക് ജന്മനാ താല്പര്യമുണ്ടാകും.
പലപ്പോഴും മറ്റാരും കാണാത്ത കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും ഇവർക്ക് സാധിക്കാറുണ്ട്. തിരക്കുകൾക്കിടയിലും ഇവർ സ്വന്തം ലോകത്തേക്ക് പിൻവലിയാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഏകാന്തതയാണ് അവരുടെ കരുത്ത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഠിനമായ പ്രതിസന്ധികൾ നേരിടാറുണ്ട്. സാമ്പത്തികമായോ കുടുംബപരമായോ പല തടസ്സങ്ങളും ഇവർക്ക് അനുഭവപ്പെടാം. എന്നാൽ മീനം രാശിയിൽ എത്തുന്നതോടെ ഇവർക്ക് ആത്മീയമായ ഉണർവും സാമ്പത്തിക ഭദ്രതയും ലഭിക്കുന്നു. ഇവർക്ക് പലപ്പോഴും ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടാകും. പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്ന വാക്സിദ്ധി ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ ഇത് പലപ്പോഴും ഇവർ തിരിച്ചറിയാറില്ല എന്നതാണ് സത്യം. മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് പൂരുരുട്ടാതിയെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ സ്വത്വബോധമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവർ അമിത പ്രാധാന്യം നൽകാറില്ല. ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനു വേണ്ടി ലോകത്തെ മുഴുവൻ എതിർക്കാൻ ഇവർ തയ്യാറാകും. സമൂഹത്തിലെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ മുതൽ സാധാരണക്കാർ വരെ ഈ നക്ഷത്രത്തിലുണ്ടാകും. എന്നാൽ എല്ലാവർക്കും പൊതുവായുള്ള ഒരു ഗുണം സത്യസന്ധതയാണ്. കള്ളം പറയുന്നതും കാപട്യം കാണിക്കുന്നതും ഇവർക്ക് വെറുപ്പാണ്. പലപ്പോഴും സ്വന്തം നഷ്ടം സഹിച്ചും ഇവർ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. പൂരുരുട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥ അജൈകപാതന്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് അഗ്നി ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് താങ്ങാൻ ആർക്കും സാധിച്ചില്ല. അന്ന് ഒരു കാലിൽ നിന്നുകൊണ്ട് ആ അഗ്നിയെ ഏറ്റുവാങ്ങിയത് അജൈകപാതനായിരുന്നു. ഈ കഥ സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങാനും അത് സഹിക്കാനുള്ള കരുത്ത് ഈ നക്ഷത്രക്കാർക്കുണ്ടെന്നുമാണ്. ഇവർ കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ താങ്ങായി മാറുന്നത് ഈ അഗ്നിധാരണ ശേഷി കൊണ്ടാണ്. ഏതൊരു നാണയത്തിനും രണ്ടു വശങ്ങൾ ഉള്ളതുപോലെ ഇവർക്കും ചില പരിമിതികളുണ്ട്. ഉള്ളിൽ നടക്കുന്ന വിചാര വിപ്ലവങ്ങൾ ഇവരെ പെട്ടെന്ന് തളർത്താം. മറ്റുള്ളവരിലെ കുറവുകൾ പെട്ടെന്ന് കണ്ടെത്തുന്നത് ശത്രുക്കളെ ഉണ്ടാക്കാൻ കാരണമാകാം. രക്തസമ്മർദ്ദം, കാലുകൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഇവർ ശ്രദ്ധിക്കണം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം കൂടുതൽ ധന്യമാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉള്ളിലെ അഗ്നിയെ ശാന്തമാക്കാൻ പതിവായ ധ്യാനം ഇവർക്ക് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇവരുടെ കർമ്മബലങ്ങളെ ശുദ്ധീകരിക്കും. ഉഗ്രമൂർത്തിയായ ശിവനെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. പൂരുരുട്ടാതി നക്ഷത്രം എന്നത് ഒരു ഭൗതിക നക്ഷത്രമല്ല, മറിച്ച് ആത്മീയമായ ഒരു പരിണാമ പ്രക്രിയയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു ദൗത്യവുമായാണ് ഭൂമിയിലെത്തുന്നത്. പഴയത് നശിപ്പിച്ച് പുതിയത് കെട്ടിപ്പടുക്കുക, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നതാണ് ആ ദൗത്യം. നിങ്ങൾ ഒരു പൂരുരുട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ വിസ്ഫോടനത്തെ പേടിക്കരുത്. അത് പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഊർജമാണ്. മറ്റാരും കാണാത്ത സത്യങ്ങൾ തേടിയുള്ള നിങ്ങളുടെ യാത്ര തുടരുക. കാരണം ലോകം കാണാത്ത നിഗൂഢമായ ആ കാണാപ്പുറങ്ങളിലാണ് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ അജൈകപാതന്റെ കരുത്തും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേർന്നവരാണ്. അഗ്നിശുദ്ധിയിലൂടെ കടന്നുപോകുന്ന ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ്. കഠിനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിന് വെളിച്ചം പകരാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു കാലം വരെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും ഒടുവിൽ വിജയം ഇവർക്കൊപ്പമായിരിക്കും. ഇവരുടെ നിഗൂഢത തന്നെയാണ് ഇവരുടെ സൗന്ദര്യവും കരുത്തും.